ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററായ ഫുഡ് ആൻഡ് ഹ്യൂമൻ എന്ന ചാപ്റ്ററാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. ഒക്ടോബർ 16 ഇവിടെ ഒരു ഡയറി കുറിപ്പാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഒരു ഡയറി കുറിപ്പ്. നമുക്കത് റീഡ് ചെയ്യാം. ടുഡേ ദർ വാസ് എ ഫുഡ് ഫസ്റ്റ് ഇൻ അവർ സ്കൂൾ ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് ഫുഡ് ഡേ. ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് സിബിയുടെ സ്കൂളിലും വേൾഡ് ഫുഡ് ഫസ്റ്റ് ഒരുക്കിയിരുന്നു. ഹൗ ഇൻട്രസ്റ്റിംഗ് ഇറ്റ് വാസ്. വളരെ രസകരമായിരുന്നു അത്. ഓൾ ഓഫ് us ബ്രോട്ട് ഡിഫറെൻറ്റ് ഡിഷസ് ആസ് അവർ ടീച്ചർ ഹാഡ് ഇൻസ്ട്രക്റ്റഡ്. ടീച്ചറുടെ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികളെല്ലാവരും വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. ഐ വിസിറ്റഡ് എവറി സ്റ്റാൾ വിത്ത് മൈ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സുമൊത്ത് ഞാൻ എല്ലാ സ്റ്റാളുകളും വിസിറ്റ് ചെയ്തു. വാട്ട് എ വെറൈറ്റി ഓഫ് ഡിഷസ്. എത്ര മനോഹരമായ വ്യത്യസ്തങ്ങളായ വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വെറൈറ്റി ഓഫ് ഡിഷസ് മെയ്ഡ് ഫ്രം ടാപ്പിക്ക, ജാക്ക് ഫ്രൂട്ട്, മില്ലറ്റ്സ്, ട്യൂബേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. വെർ ദർ മെനി ഫുഡ് ഐറ്റംസ്. പായസം, ഹൽവ, കേക്ക്, സ്വീറ്റ്സ് ആൻഡ് പിക്കിൾസ് വെർ ഓൾസോ ദർ. എന്തൊക്കെ വിഭവങ്ങളായിരുന്നു അവിടെ കണ്ടത്. കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങൾ, അതുപോലെ പഴവർഗ്ഗങ്ങൾ, പായസം, ലഡു, കേക്ക്, അങ്ങനെയുള്ള സ്വീറ്റ് ഐറ്റംസും കൂടി അവിടെ ഉണ്ടായിരുന്നു. ഓ, സീയിങ് ഓൾ ദോസ് മൈ മൗത്ത് വാട്ടേഡ്. ഇതെല്ലാം കണ്ടു നിന്ന എൻ്റെ വായിൽ വെള്ളം ഊറിത്തുടങ്ങി. ദെൻ അവർ ക്ലാസ് ടീച്ചർ ഓൾസോ ജോയിൻഡ് us. ആ സമയത്ത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറും ഞങ്ങളോടൊപ്പം കൂടി. ടീച്ചർ ബോട്ട് സ്വീറ്റ്സ് ആൻഡ് പായസം. ടീച്ചർ ഞങ്ങൾക്ക് പായസവും മധുരപലഹാരങ്ങളും മേടിച്ചു തന്നു. ഹൗ ടേസ്റ്റി ഇറ്റ് വാസ്. എത്ര രുചികരമായിരുന്നു. ദീസ് ഫ്ലേവേഴ്സ് സ്റ്റിൽ സ്റ്റേ ഓൺ മൈ ടങ്. ഇപ്പോഴും അവയുടെ രുചി നാവിൽ തങ്ങി നിൽക്കുന്നു. ഇത്രയുമായിരുന്നു സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പ്. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഹാവ് യു റീഡ് ദ ഡയറി എൻട്രി ഓഫ് എ സ്റ്റുഡൻസ് നെയ്മഡ് സിബി. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് മെൻഷൻഡ് ഇൻ ദ ഡയറി എൻട്രി. അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. മുകളിൽ ഉള്ള ഒരു ഡയറി കുറിപ്പ് എല്ലാവരും വായിച്ചു കാണും. അതിൽ എന്തെല്ലാം ഡിഷസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇവിടെ എഴുതി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെല്ലാം വിഭവങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അതിൽ 2-3 എണ്ണം ഇവിടെ മെൻഷൻ ചെയ്യാം. ലഡു, പായസം, കേക്ക്സ്. ബിസൈഡ്സ് ദീസ് വാട്ട് ആർ ദ അതർ ഫുഡ് ഐറ്റംസ് യു ഹാവ് ഹാഡ്. ഇവ കൂടാതെ മറ്റെന്തെല്ലാം ഭക്ഷ്യവിഭവങ്ങളാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത്. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ദം. അവയുടെ ഒരു പട്ടിക തയ്യാറാക്കുക. അപ്പോൾ അതൊരു ക്ലാസ് ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ദ ഫുഡ് വി ഈറ്റ് ഹാസ് എ വെരി ലോങ് ഹിസ്റ്ററി. ഡോണ്ട് യു വിഷ് ടു നോ ദാറ്റ് ഹിസ്റ്ററി. നാം കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം അറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ. നെക്സ്റ്റ് പോയിന്റ്, ഒബ്റ്റെയിനിങ് ഫുഡ്. ഒബ്റ്റെയിനിങ് ഫുഡ് മീൻസ് ഭക്ഷണ സമ്പാദനം. എങ്ങനെയാണ് ആദ്യകാലങ്ങളിൽ ഭക്ഷണങ്ങൾ മനുഷ്യർ ശേഖരിച്ചിരുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. യു നോ ദാറ്റ് ഫുഡ് ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഫോർ ഹ്യൂമൻ സർവൈവൽ. മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിലൊന്നാണ് ഭക്ഷണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഓൾ ലിവിങ് തിങ്സ് നീഡ് ഫുഡ്. എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ദെയർ ഫുഡ് ഡ്യൂറിങ് ഏർലി ടൈംസ് വാസ് മെയിൻലി ലീവ്സ്, ഫ്രൂട്ട്സ്, ട്യൂബേഴ്സ് ആൻഡ് ഗ്രെയിൻസ്. ആദ്യകാലങ്ങളിൽ ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം. ബിസൈഡ്സ് സം ക്രീച്ചേഴ്സ് കിൽഡ് അതർ ക്രീച്ചേഴ്സ് ആൻഡ് ഹാഡ് ദെയർ ഫുഡ്. ചില ജീവികൾ മറ്റു ജീവികളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇൻ ദ ബിഗിനിങ് ഹ്യൂമൻസ് വെർ ഓൾസോ ലൈക്ക് ദാറ്റ്. മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ. താഴെ കൊടുത്തിട്ടുള്ള പിക്ചേഴ്സ് ഒന്ന് ശ്രദ്ധിക്കൂ. എന്താണ് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്? ആദിമ മനുഷ്യർ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അവർ ഒരു മാനിനെ വേട്ടയാടുന്നു. നെക്സ്റ്റ് പിക്ചറിൽ എന്താ? ആ മാനിനെ പിടിച്ച് കൊണ്ടുവരുന്നു. ഫിഷ് ഒരു മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് മീനിനെ പിടിക്കുന്നു. കണ്ടോ? പിന്നെ അവർ താമസിക്കുന്ന ആ ഒരു ഗുഹ, അതുപോലെ തന്നെ മത്സ്യങ്ങളെ പിടിക്കുന്നത്, ഇതെല്ലാമാണ് ഓരോ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? ശ്രദ്ധിച്ച് നിങ്ങൾ നിരീക്ഷിക്കാം. ദീസ് പിക്ചർ ഗിവൺ അബവ് ഇൻഡിക്കേറ്റ് ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് ബൈ ദ ഏർലി ഹ്യൂമൻസ്. അല്ലേ? ആദിമ മനുഷ്യർ എങ്ങനെയായിരുന്നു ഫുഡ് ഒബ്റ്റെയിനിങ് ചെയ്തിരുന്നത്? ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോ കാര്യങ്ങൾ, അല്ലേ? വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അവരെങ്ങനെയൊക്കെയാണ് ഫുഡ് ഒബ്റ്റെയിൻ ചെയ്തിരുന്നതെന്ന്. വാട്ട് ഡീറ്റെയിൽസ് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് പിക്ചേഴ്സ് അബൌട്ട് ദ ഒബ്റ്റെയിനിങ് ഓഫ് ഫുഡ് ഓഫ് ഏർലി ഹ്യൂമൻസ്. ഇതിൽ നിന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അത് ഓരോന്നായിട്ട് അടിയിൽ എഴുതി ചേർക്കാനാണ് പറയുന്നത്. ദേ ഗേതേർഡ് ഫുഡ്, അല്ലേ? ഭക്ഷണം ശേഖരിച്ചിരുന്നു. സെക്കൻഡ് പോയിന്റ് എന്താ? 100 animals ഫോർ ഫുഡ്. ഭക്ഷണത്തിന് വേണ്ടി അവർ മൃഗങ്ങളെ ഹണ്ട് ചെയ്തിരുന്നു, വേട്ടയാടിയിരുന്നു. 100 മീൻസ് വേട്ടയാടുക. എൻഗേജ്ഡ് ഇൻ ഫിഷിംഗ്. മത്സ്യബന്ധനത്തിൽ അവർ എല്ലായ്പ്പോഴും എൻഗേജ്ഡ് ആയിരുന്നു. സ്റ്റോൺസ് ആൻഡ് സ്റ്റിക്സ് വെർ യൂസ്ഡ് ആസ് വെപ്പൺസ്. കല്ലുകളും വടികളും അവർ എന്തായി ഉപയോഗിച്ചിരുന്നു? എനിമൽസിനെ ഹണ്ട് ചെയ്യാനുള്ള വെപ്പൺസ്
ഉപകരണങ്ങളായിട്ട്, ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇതെല്ലാമാണ് നമ്മളിവിടെ എഴുതി ചേർക്കേണ്ടത്. വാട്ട് മൈറ്റ് ബി ദ ഫുഡ് ഐറ്റംസ് ദേ ഹാഡ് ഒബ്റ്റെയിൻഡ് ത്രൂ ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ്? വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കാം ലഭിച്ചിട്ടുണ്ടാവുക? അപ്പം നമുക്ക് അതും മെൻഷൻ ചെയ്യാം. ഫസ്റ്റ് എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പഴങ്ങളും പച്ചക്കറികളും. റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്, വേരുകളും കിഴങ്ങുകളും. ഫിഷസ്, മത്സ്യങ്ങൾ. എഡിബിൾ ലീവ്സ്, ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഇലകൾ. എനിമൽ ഫ്ലഷ്, മൃഗങ്ങളുടെ മാംസങ്ങൾ. ഇത്രയെല്ലാമാണ് നമുക്കിവിടെ എഴുതി ചേർക്കാവുന്നത്. നെക്സ്റ്റ്, ഫയർ ആൻഡ് ഫുഡ്, തീയും ഭക്ഷണവും. ഡിഡ് ദ ഏർലി ഹ്യൂമൻസ് കുക്ക് ദ ഫുഡ് ഐറ്റംസ് ദേ ഹാഡ് ഒബ്റ്റെയിൻഡ് ത്രൂ ഹണ്ടിങ് ആൻഡ് അതർ മീൻസ്? വേട്ടയാടലിലൂടെയും മറ്റും ലഭിച്ച ഈ ഭക്ഷ്യവസ്തുക്കൾ ആദ്യമ മനുഷ്യർ പാചകം ചെയ്താണോ കഴിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. ഈ ഗ്രീൻ ബോക്സിലുള്ള കാര്യമാണ് ഫസ്റ്റ് പറയുന്നത്. ഫയർ, പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ, തീ, ഉൽപാദനവും നിയന്ത്രണവും. ഹ്യൂമൻസ് ഒബ്സർവ്ഡ് ദാറ്റ് ഫയർ വാസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ ഡ്രൈ ബ്രാഞ്ചസ് ഓഫ് ട്രീസ് റബ്ഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ ഓർ അഗെയിൻസ്റ്റ് ദ സർഫേസ് ഓഫ് റോക്സ്. ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു. Thus they learned that fire could be made by rubbing dry woods against rocks or by rubbing stones. ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി. In earlier times they ate food raw. ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു. But when they learned to use the fire in a controlled manner they started to cook and eat. എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ അവർ പരിശീലിച്ചതോടുകൂടി അവർ എല്ലാ ഭക്ഷണവും വേവിച്ച് കഴിക്കാൻ തുടങ്ങി. യൂസ് ഓഫ് ഫയർ ഫോർ കുക്കിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക്. തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ ഒരു നല്ല മാറ്റങ്ങളിൽ ഒന്നാണ്. ദ ഫസ്റ്റ് കുക്ക്ഡ് ഫുഡ് ദേ ഏറ്റ് വാസ് പ്രോബബ്ലി ദ മീറ്റ് ഓഫ് ഡെഡ് എനിമൽസ് ഇൻ വൈൽഡ് ഫയർ. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം. After learning how to make and control fire, they began to cook meat and fish. തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവും ഒക്കെ ചുട്ടു തിന്നുവാൻ അവർ ആരംഭിച്ചു. Gradually they began to roast and eat roots and tubers. ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. That is how humans developed the culture of cooking and eating. അങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. ദ നൊമാഡിക് മാൻ ഹണ്ടഡ് ആൻഡ് ഗേതേർഡ് ഓൺലി ദ ഫുഡ് ദേ നീഡഡ് ഫോർ ദ ഡേ. നൊമാഡിക് മാൻ, അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ, വേട്ടയാടിയും ശേഖരിച്ചും അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് അവർ നേടിയിരുന്നത്. ലേറ്റർ ദേ വർ ഫോഴ്സ്ഡ് ടു ഫൈൻഡ് സം അതർ മീൻസ് ടു ഒബ്റ്റെയിൻ ഫുഡ്. ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി. ഒരു ബോക്സിൽ കണ്ടോ, കുറച്ച് പോയിന്റ്സ് കൊടുത്തിരിക്കുന്നുണ്ടോ, നമുക്ക് നോക്കാം. വാട്ട് വേർ ദ പോസിബിൾ കണ്ടീഷൻസ് ദാറ്റ് ഫോഴ്സ്ഡ് ഏർലി ഹ്യൂമൻസ് ഫൈൻഡ് അതർ വേസ് ടു ഒബ്റ്റെയിൻ ഫുഡ്? എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിച്ചത്? ഇവിടെ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, അല്ലേ, ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവ്. സെക്കൻഡ് പോയിന്റ് എന്താ? റൈസ് ഇൻ പോപ്പുലേഷൻ, ജനസംഖ്യ വർധനവ്. തേർഡ് പോയിന്റ്, എൻവയോൺമെന്റൽ ചേഞ്ചസ്, പരിസ്ഥിതിയിലുണ്ടായ ചില മാറ്റങ്ങൾ. ഇനി 3 പോയിന്റ് നമുക്ക് എഴുതി ചേർക്കാം. ക്ലൈമറ്റ് ചേഞ്ചസ്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. വൈൽഡ് ഫയർ, കാട്ടുതീ. നാച്ചുറൽ ഡിസാസ്റ്റർ, പ്രകൃതി ദുരന്തങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു സാഹചര്യങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിച്ചത്. നെക്സ്റ്റ് പോയിന്റ്, ഫുഡ് പ്രൊഡക്ഷൻ, ഭക്ഷ്യോൽപാദനം. Over a period of time, humans started domesticating animals and plants for their daily food. കാലക്രമേണ മനുഷ്യർ ഭക്ഷണത്തിനാവശ്യമായി മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി. Initially, they domesticated sheep and goats for food. ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു. പിന്നെ ഒരു ഗ്രീൻ ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഡോഗ് വാസ് ദ ഫസ്റ്റ് അനിമൽ ഡൊമസ്റ്റിക്കേറ്റഡ് ബൈ ഹ്യൂമൻസ്. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. സിൻസ് ഡോഗ് വാസ് ഈസിലി ടാമബിൾ ദേ വർ യൂസ്ഡ് ഫോർ വാച്ചിങ് ആൻഡ് ഹണ്ടിങ്. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു.
However, with the spread of agriculture, humans started to domesticate other animals for food and other needs. കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ഫസ്റ്റ് തീയുടെ ഉപയോഗം അല്ലേ, തീയുടെ ഉപയോഗം അവർ കണ്ടെത്തി അല്ലേ. രണ്ട് ഉണങ്ങിയ പ്രതലങ്ങൾ തമ്മിൽ ഉരസി നോക്കിയാൽ തീ ഉണ്ടാക്കാം എന്നവർ കണ്ടെത്തി. തീയുടെ ഉപയോഗത്തിന് ശേഷമാണ് അവർ ഭക്ഷണ വിഭവങ്ങൾ, മാംസങ്ങൾ എല്ലാം വേവിച്ച് കഴിക്കാൻ ആരംഭിച്ചത്. പിന്നെ അവർ ഭക്ഷണ സമ്പാദനത്തിനായി പല മാർഗങ്ങളും കണ്ടെത്താൻ തുടങ്ങി ഇല്ലേ. എന്തുകൊണ്ടായിരിക്കാം? വളരെയധികം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് അതർ. നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ, ഭക്ഷണത്തിൻ്റെ സ്കേഴ്സിറ്റി, ലഭ്യതക്കുറവ്, പിന്നെ പോപ്പുലേഷൻ്റെ റൈസ്, ഇതെല്ലാം അവരെ ഭക്ഷണ സമ്പാദനത്തിനായി പല പല മാർഗങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിച്ചു. അടുത്ത പോയിൻ്റായിട്ട് എന്താ പറയുന്നത്? നായയാണ് അവർ ആദ്യമായി ഇണക്കി വളർത്തിയ മൃഗമായി പറയുന്നത് അല്ലേ. മനുഷ്യർ ആദ്യമായി ഇണക്കി വളർത്തിയ മൃഗമാണ് നായ. മാത്രമല്ല കൃഷിയുടെ വ്യാപകമായിട്ടുള്ള ഉത്ഭവത്തോടു കൂടി പല മൃഗങ്ങളെയും അവർ ഇണക്കി വളർത്തുകയും മനുഷ്യരുടെ ആഹാരത്തിന് വേണ്ടി മൃഗങ്ങളെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. മനസ്സിലായില്ലേ? Early humans might have started thinking about agriculture when they noticed seedlings sprouting from discarded food items. വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയായിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. If the seeds were left on the rock, they would dry out. If put in water, they would get rotten. However, humans learned that seeds germinate in moist land, warm soil. ഇവിടെ എന്താ പറയുന്നത്? പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും ഇല്ലേ, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും, എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് ആദിമ മനുഷ്യർ മനസ്സിലാക്കി. ഇങ്ങനെയാണ് അവർ കൃഷി ആരംഭിച്ചത്. മനസ്സിലായില്ലേ? ഒരു വിത്ത് പാറപ്പുറത്തിട്ടാൽ ഉണങ്ങിപ്പോകും, വെള്ളത്തിൽ ആ സീഡ് ഇട്ട് വെച്ചാൽ അത് ചീഞ്ഞു പോകും, എന്നാൽ ഈർപ്പവും സൂര്യപ്രകാശവും തട്ടുന്ന ഒരു സ്ഥലത്ത് വിത്തിട്ടാൽ അത് മുളച്ചു വരും എന്നൊക്കെ അവർ കാലക്രമേണ മനസ്സിലാക്കി. ഈ ഒരു അറിവാണ് അവരെ കൃഷിയിലേക്ക് നയിച്ചത്. മനസ്സിലായില്ലേ? However, humans learned that the seeds germinate in moist and warm soil. Thus, cultivation of crops started. Then the edible plants, roots and sapling were selected, planted and cultivated. അങ്ങനെ അവർ കൃഷി ആരംഭിച്ചു. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. In the early days, wheat, barley, little millet and tubers were cultivated. ആദ്യകാലങ്ങളിൽ ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് കൃഷി ചെയ്തിരുന്നത്. Humans started agriculture mainly on river banks where the essential water and fertile soil were available. ഇതോടെ കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുമുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് അല്ലെ. കൃഷിക്ക് ആവശ്യം എന്താണ് വേണ്ടത്? നല്ല വെള്ളം, അതുപോലെ തന്നെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്, അതും വളക്കൂറുള്ള മണ്ണ്, അതൊക്കെ അവിടെയാണ് കൃഷി നല്ല രീതിയിൽ വളരുക എന്നവർ മനസ്സിലാക്കി. അപ്പൊ ആ നദീതീരങ്ങൾ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ തടാകങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് ആദിമ മനുഷ്യർ കൃഷി ആരംഭിച്ചത്. Following these, people who wandered in search of food began to settle near the farms. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരതാമസം ആരംഭിച്ചു അല്ലേ. അപ്പം അവർക്ക് മനസ്സിലായി കൃഷിക്ക് അനുയോജ്യമായ മണ്ണും വളവുമുള്ള സ്ഥലങ്ങളിൽ കൃഷി ഉൽപ്പാദിപ്പിക്കണം, എങ്കിൽ മാത്രമേ നല്ല വിളവ് ലഭിക്കൂ എന്ന് ആദിമ മനുഷ്യർ മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ അവരുടെ വാസസ്ഥലവും അവിടെ തന്നെ അവർ നിർമ്മിച്ചു. അപ്പൊ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. What advantages might they have had by settling near the agricultural sites? കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരതാമസമാക്കിയത് കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളാണ് അവർക്കുണ്ടായി കാണുക? അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. They could protect the agricultural sites. കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. There was no need to wander around in search of food. ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നില്ല. Availability of food items increased. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. Got more time to rest. കൂടുതൽ വിശ്രമ സമയം കിട്ടി അല്ലേ. അവർ അകലെ പോയിട്ട് കൃഷി ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ താമസിക്കുന്ന ഇടത്ത് നിന്ന് അവർ അവിടം വരെ എത്തി, അതുപോലെ തന്നെ കൃഷി കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്താനൊക്കെ കാലതാമസം എടുക്കും ഇല്ലേ, അല്ലെങ്കിൽ സമയമെടുക്കും. അപ്പോൾ അടുത്ത് തന്നെയാണ് അവർ താമസം ഉറപ്പിച്ചതെങ്കിൽ അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ് നമുക്കിവിടെ എഴുതി ചേർക്കാം. സ്റ്റാർട്ടഡ് ഓഫ് സോഷ്യൽ ലൈഫ്. അങ്ങനെ അവർ ഒരു
സോഷ്യൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ്, സ്റ്റോറേജ് ഓഫ് ഫുഡ് ഐറ്റംസ്, ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം. ഏർലി ഹ്യൂമൻസ് ഗേതേർഡ് ദെയർ ഫുഡ് ഓൺലി ഫോർ ദെയർ ഡേ ടു ഡേ ലൈഫ്. ആദിമ മനുഷ്യർ അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത്. ബട്ട് വിത്ത് ദ അഡ്വാൻസ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഹ്യൂമൻസ് ഗോട്ട് മോർ ഫുഡ് ദെൻ ദേ നീഡഡ്. കൃഷി പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിൽ അധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. സ്പെഷ്യൽ ഫെസിലിറ്റീസ് were needed to store what was left over after the daily requirement. അങ്ങനെ വരുമ്പോൾ ബാക്കിയായവ സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമായി വന്നു. വാട്ട് വുഡ് ദേ ഹാവ് യൂസ്ഡ് ടു സ്റ്റോർ എക്സസ് ഫുഡ്. അങ്ങനെയെങ്കിൽ ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കാനായി എന്തെല്ലാമാണ് അവർ കരുതിയിട്ടുണ്ടാവുക അല്ലേ? സ്റ്റോറേജ് ഓഫ് ഫുഡ് ഐറ്റംസ് ഇവിടെ എന്താ പറയുന്നത്? ആദിമ മനുഷ്യർ ആദ്യകാലങ്ങളിൽ എന്താ ചെയ്തിരുന്നത്? അന്നേക്കുമായിട്ടുള്ള ഭക്ഷണമാണ് അവർ ശേഖരിച്ചിരുന്നത്. എങ്കിൽ അവർക്ക് അഗ്രികൾച്ചറൽ അഡ്വാൻസ്മെന്റ് വന്നതോടുകൂടി അല്ലേ, കൃഷിയുടെ ആ ഉൽപാദനം വർദ്ധിപ്പിച്ചതോടുകൂടി അവർക്ക് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത കൂടി. അങ്ങനെ വരുമ്പോൾ അവർ എങ്ങനെയാണ് അധികമായി വന്ന ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചിരുന്നതെന്ന് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പം എങ്ങനെയാണ് അവർ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടാവുക? പോട്ടറി, മൺപാത്രങ്ങളിൽ. ബാഗ്സ് മെയ്ഡ് ഓഫ് എനിമൽ സ്കിൻ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ. മൃഗങ്ങളുടെ ആദ്യ മനുഷ്യരല്ല, അപ്പോൾ അവരെന്താ ചെയ്യുക? നമുക്ക് ഇന്ന് കാണുന്നത് പോലെ വലിയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ മൃഗങ്ങളുടെ തോല് കൊണ്ടുണ്ടാക്കിയ വലിയ സഞ്ചികൾ. ബാസ്ക്കറ്റ്സ് മെയ്ഡ് ഓഫ് ബാംബു റീഡ് അല്ലേ, പിന്നെ ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ അല്ലേ, ബാംബു മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വലിയ കുട്ടകൾ. ഇവയിലെല്ലാമായിരുന്നു അവർ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചിരുന്നത്. ഇനി 3 പോയിന്റ് നമുക്കിവിടെ എഴുതി ചേർക്കാം. വുഡൻ വെസൽസ്, മരത്തടി കൊണ്ടുള്ള വലിയ പാത്രങ്ങൾ. അണ്ടർഗ്രൗണ്ട് പിറ്റ് അല്ലെ, ഭൂമിക്കടിയിൽ വലിയൊരു കുഴിയെടുത്ത് അവിടെ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കും. എനിമൽ ഷെൽ, മൃഗങ്ങളുടെ ഷെല്ല്, അതും അവർ ഭക്ഷണങ്ങൾ ശേഖരിച്ചു വെക്കാൻ ഉപയോഗിച്ചിരുന്നു. ഏർലി അഗ്രികൾച്ചറൽ ടൂൾസ്, ആദ്യകാല കാർഷികോപകരണങ്ങൾ. ഇവിടെ ഒരു ഗ്രീൻ ബോക്സിൽ തന്നിട്ടുണ്ട്. The earliest agricultural tools used by humans were sticks, stones, horns and bones. These tools were used to till the soil and sow the seeds. കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷികോപകരണങ്ങൾ. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി അല്ലെ. ആദ്യകാലങ്ങളിൽ ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തൊക്കെയായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന ഉപകരണങ്ങൾ? സ്റ്റിക്സ്, സ്റ്റോൺസ്, ഹോൺസ് ആൻഡ് ബോൺസ്. ആസ് വി നോ, മഡ് ബ്രിക്ക് ഡിസോൾവ്സ് ഇൻ വാട്ടർ. വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട. ബട്ട് ഹ്യൂമൻസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇഫ് സോയിൽ ഈസ് നീഡഡ് മോൾഡഡ് ആൻഡ് ബേക്ക്ഡ് ഇൻ ടു പോട്ട്സ്, വാട്ടർ ക്യാൻ ബി കളക്ടഡ് ആൻഡ് ബോയിൽഡ് ഇൻ ദം. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി. In earlier days, pottery was made by kneading clay with the hand. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. As agriculture becomes widespread, earthenware of various types and sizes were needed to store grains. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. They were also used for cooking food. മൺപാത്രങ്ങൾ ആഹാരം പാകം ചെയ്യുന്നതിനും ഉപയോഗിച്ചു വന്നു. The discovery of the wheel to make pottery was a major turning point in human history. അവ നിർമ്മിക്കാനുള്ള, അതായത് കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കാനുള്ള വീൽ, ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. ദിസ് ലെഡ് ടു സ്പ്രെഡ് ഓഫ് പോട്ടറി. ഭക്ഷ്യധാന്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കാനായിട്ടാണ് എന്ത് കണ്ടുപിടിച്ചത്? വീൽ. അത് മനുഷ്യ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു അല്ലെ. അങ്ങനെയാണ് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നത്. There is evidence of granaries constructed in early times to store food grains. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒരു ഗ്രീൻ ബോക്സിൽ ഗ്രാനറി, ധാന്യപ്പുര എന്ന് കൊടുത്തിട്ടുണ്ട്. അതിലെന്താ എഴുതിയിരിക്കുന്നത്? ദ Indus Valley civilization or Harappan civilization was a river valley civilization that existed in ancient India. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. അത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരം ഏതായിരുന്നു? സിന്ധു നദീതട സംസ്കാരവും ഹാരപ്പൻ സംസ്കാരവും. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് സിവിലൈസേഷൻ ഈസ് ദ ഗ്രാനറി. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപ്പുര. They were built of bricks. അവ ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. Grains were brought from distant villages and stored in the granaries.
ഇവ ധാന്യപ്പുരകളിൽ, അതായത് വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു. നെക്സ്റ്റ് ഒരു യെല്ലോ ബോക്സിൽ കണ്ടോ, ബിഗ് ജാർസ് നെയ്മഡ് ഭരണി ആൻഡ് ലാർജ് വുഡൻ ബിൻസ് നെയ്മഡ് പത്തായം വേർ യൂസ്ഡ് ഇൻ അവർ പ്ലേസസ് ടു സ്റ്റോർ ഗ്രെയിൻസ്. അല്ലെ, ആദ്യകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ധാന്യങ്ങൾ സംഭരിച്ചു വെക്കുന്നതിന് ഭരണികളും പത്തായങ്ങൾ എന്നിവ ഉപയോഗിച്ചിരുന്നു. ഇല്ലേ, പണ്ടത്തെ കാലത്ത് ഗ്രെയിൻസ് എല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് പത്തായങ്ങളും ഭരണികളും ഉപയോഗിച്ചിരുന്നു. വാട്ട് അതർ ഫുഡ് സ്റ്റോറേജ് മെത്തേഡ് മൈറ്റ് ഹാവ് ബീൻ അഡോപ്റ്റഡ് ദ പീപ്പിൾ ഓഫ് ദാറ്റ് ഏജ് ആസ്ക് യുവർ എൽഡേഴ്സ് അബൌട്ട് ദം. അപ്പൊ ഇവയ്ക്ക് പുറമെ മറ്റേതെല്ലാം ഭക്ഷണ സംഭരണ മാർഗങ്ങളാണ് അന്നത്തെ മനുഷ്യർ സ്വീകരിച്ചു വന്നതെന്ന് അറിയാനായി മുതിർന്നവരോടൊന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ നെക്സ്റ്റ്, വാട്ട് കൈൻഡ് ഓഫ് വെസൽസ് ആർ യൂസ്ഡ് ഇൻ യുവർ ഹോം ഫോർ കുക്കിംഗ് ആൻഡ് സ്റ്റോറിംഗ് ഫുഡ്. ആഹാരം പാകം ചെയ്യുന്നതിനും സംഭരിക്കുന്നതിനും എന്തൊക്കെ പാത്രങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ അതൊക്കെ. അപ്പം അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്ത് എഴുതാം. നെക്സ്റ്റ്, എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ്. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. Did early humans simply store excess food items for later use only? ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെക്കുക മാത്രമാണോ ചെയ്തിരുന്നത്? The excess food was not only stored for later use but also exchanged with those in need. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല, അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു. How could such exchange have taken place? അന്ന് എങ്ങനെയായിരിക്കാം ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക? In order to get that they needed, each one exchanged the goods they had stored with others. തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു. എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻ സൗത്ത് ഇന്ത്യ. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ. ലിറ്റററി വർക്ക്സ് ഓഫ് ദ സംഗം ഏജ് ഇൻഡിക്കേറ്റ് ദാറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ അബൌട്ട് 1500 years ago. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. People in each region exchanged the food they collected with those in other regions and received what they needed from them. ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷണങ്ങൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. Those who lived in coastal areas exchanged dried fish and salt with those in other areas. കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി. Instead, other food items and resources from the forest were accepted from others. വനപ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവർ അവരുടെ വനവിഭവങ്ങൾ മറ്റുള്ള പ്രദേശങ്ങളിലുള്ളവർക്കും കൈമാറി. The people in forest areas exchanged forest resources to those in other areas. വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി. The people lived in the plains exchanged their agricultural products with those living in other areas. സമതല പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവർ അവർക്ക് ലഭ്യമായ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്കും കൈമാറി. ഇത്രയെല്ലാം കാര്യമാണ് ഈ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻ സൗത്ത് ഇന്ത്യ, ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച്, കൈമാറ്റ സമ്പ്രദായം. ഇമ്പോർട്ടൻ്റ് ആണ് സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച്. ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ദ സിസ്റ്റം ഓഫ് കോയിനേജ് there was a practice of exchanging goods with each other. This method of exchange is known as barter system. What is the barter system? എന്താണ് ബാർട്ടർ സമ്പ്രദായം? നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സിസ്റ്റം എന്നറിയപ്പെടുന്നത്, ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ തന്നെയാണ് കൈമാറിയിരുന്നത്. അന്ന് നാണയ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു കൈമാറ്റ രീതിയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. Such exchanges brought out many changes in society. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് ഇടയാക്കി. Exchange of goods led to trade and eventually markets were formed. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു, അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. Markets were developed into trading centers. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. People went to trading centers to buy and sell goods and those gradually developed into urban centers. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ നഗരങ്ങളിലായി മാറുകയും ചെയ്തു. റൈറ്റ് സൈഡിലൊരു ബോക്സ് കാണുന്നുണ്ട്, അത് നോക്കാം.
In the early days, what materials and means would the people of Kerala have used to collect, transport food and exchange food? Discuss it. ആദ്യകാലങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനും വിദൂര സ്ഥലങ്ങളിലേക്ക് അവ കൊണ്ടുപോകുന്നതിനും എന്തെല്ലാം മാർഗങ്ങളായിരിക്കാം ഉപയോഗിച്ചിട്ടുണ്ടാവുക, അത് ചർച്ച ചെയ്യാനാണ് പറയുന്നത്. അത് ക്ലാസ്സിൽ ടീച്ചേഴ്സായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളൊരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ്, complete the flow chart which indicate the formation of urban centers. നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. അവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്, അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, സാധനങ്ങളുടെ കൈമാറ്റം അല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഗുഡ്സിന്റെ കൈമാറ്റമാണ് നടക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് എന്ത് വന്നത്, ട്രേഡ്, വ്യാപാരം. ഗുഡ്സുകൾ നമുക്ക് കിട്ടിയതിന് ശേഷമാണ് അത് വ്യാപാരം, ട്രേഡിലേക്ക് തിരിയുന്നത്. നെക്സ്റ്റ് മാർക്കറ്റ്, അതിനുശേഷമാണ് മാർക്കറ്റുകൾ ഫോം ചെയ്തത്, രൂപപ്പെട്ടത് അല്ലെ. ട്രേഡിംഗ് ഉണ്ടെങ്കിൽ അവിടെ അടുത്തത് മാർക്കറ്റാണ്. നെക്സ്റ്റ് ട്രേഡിംഗ് സെന്റേഴ്സ്, മാർക്കറ്റുകളെല്ലാം ഫോം ചെയ്തു. നെക്സ്റ്റ് ട്രേഡിംഗ് സെന്റേഴ്സ് ആണ് രൂപം കൊണ്ടത് അല്ലെ. ട്രേഡിംഗ് സെന്റേഴ്സ് രൂപം കൊണ്ടു. ലാസ്റ്റ് അർബൻ സെന്റേഴ്സ്, എന്താ അർബൻ സെന്റേഴ്സ് ആയിട്ട് അത് മാറി അല്ലേ. അപ്പം ഇങ്ങനെയുള്ളൊരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ നമ്മൾ രൂപകൽപ്പന ചെയ്തത്. എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് അക്രോസ് ലാൻഡ്സ്, ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. The exchange of food items was not confined to any particular region. This exchange spread across the lands. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല, ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. Since early times we had exchange of goods with distant lands. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റമുണ്ടായിരുന്നു. These exchanges were mainly with the Romans, the Chinese, the Arabs, the Persians and the Jews. റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായാണ് പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത് അല്ലെ. ആദ്യകാലങ്ങളിൽ സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നത് വിദൂര രാജ്യങ്ങൾ തമ്മിലായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളായിരുന്നു റോമ, ചൈനീസ്, അറബ് രാജ്യങ്ങൾ, പേർഷ്യൻ ആൻഡ് ജൂതർ. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ സ്പൈസസ് ഇൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദം. ഇവിടെ ചിത്രത്തിൽ കുറച്ച് സുഗന്ധവ്യഞ്ജനങ്ങളെ കുറിച്ചിട്ട് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഓരോന്നിനെയും കുറിച്ചിട്ടൊരു ലഘു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അത് ഒരു ആക്ടിവിറ്റി ആയിട്ട് ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. The spices that were exchanged mainly from India with other lands were black pepper, cardamom, ginger, cloves and cinnamon. ഇന്ത്യയിൽ നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയവയായിരുന്നു. Of these, black pepper, which was also known as black gold, became the foreigners' favorite. വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് ആയിരുന്നു അല്ലെ. കുരുമുളകായിരുന്നു വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഗന്ധവ്യഞ്ജനം. റൈറ്റ് സൈഡിൽ ഒരു ഗ്രീൻ ബോക്സിൽ കുറച്ച് നോട്ട്സ് തന്നിട്ടുണ്ട്, അത് വായിക്കാം. It is said in historical records that Vasco da Gama, a Portuguese traveler who came to India, took goods worth 60 times the cost of this journey when he returns to Europe. ആരുടെ പിക്ചറാണ് അവിടെ തന്നിരിക്കുന്നത്? വാസ്കോ ഡ ഗാമ അല്ലേ. ഇന്ത്യയിൽ ആദ്യമായി വന്ന വിദേശ സഞ്ചാരിയാണ് വാസ്കോ ഡ ഗാമ. എവിടെയാണ് ആദ്യമായി കാലുകുത്തിയത്? കേരളത്തിൽ കാപ്പാട്, കോഴിക്കോടുള്ള കാപ്പാട് കടപ്പുറത്താണ് വാസ്കോ ഡ ഗാമ ആദ്യമായി വന്നിറങ്ങിയത് അല്ലേ. ഒരു വിദേശ സഞ്ചാരിയാണ് വാസ്കോ ഡ ഗാമ. എന്താണ് ഇവിടെ പറയുന്നത്? ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിന്റെ 60 ഇരട്ടി വിലയുള്ള ചരക്കുകൾ കൊണ്ടുപോരുന്നതായിട്ടാണ് രേഖകളിൽ പറയപ്പെടുന്നത്. മനസ്സിലായ? അപ്പൊ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ധാരാളം സ്പൈസസ് ഉണ്ടായിരുന്നു, സുഗന്ധവ്യഞ്ജനങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഇവിടെ നിന്ന് കയറ്റി അവരുടെ രാജ്യത്തേക്ക് എത്തിച്ചിരുന്നു എന്ന് പറയുന്നത്. വളരെയധികം വിലപിടിപ്പുള്ള സുഗന്ധവ്യഞ്ജനങ്ങളാണ് വിദേശികൾ നമ്മുടെ രാജ്യത്ത് നിന്നോ അവരുടെ രാജ്യത്തിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത്. It was the expansion of trade that led to the exchange of food items between distant lands. കച്ചവടത്തിന്റെ വ്യാപനമാണ് പിൻകാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. The picture of some of the food items that became popular in India as a result of such exchange are given below. ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കണ്ടില്ലേ, കുറച്ച് ഭക്ഷ്യവിഭവങ്ങളുടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്താ? ഗുവ, പേരയ്ക്ക, പപ്പായ, പൈനാപ്പിൾ, കാഷ്യൂനട്ട്, കശുവണ്ടി, ടാപ്പിയോക്ക, മരച്ചീനി, പൊട്ടറ്റോ, ഉരുളൻകിഴങ്ങ്. ഇതെല്ലാം പിക്ചർ സഹിതം ഇവിടെ തന്നിട്ടുണ്ട്.
Aren't you familiar with all the food items shown in the picture? Do these food items have their origin in our land? Point out. ചിത്രത്തിൽ കാണുന്ന എല്ലാ ഭക്ഷ്യവിഭവങ്ങളും നിങ്ങൾക്ക് പരിചിതമല്ലേ? ഈ ഭക്ഷ്യവിഭവങ്ങളുടെ ഉത്ഭവം നമ്മുടെ നാട്ടിൽ തന്നെയാണോ? അന്വേഷിക്കൂ. ഈ ചിത്രത്തിൽ കാണുന്ന എല്ലാ വിഭവങ്ങളും നമുക്ക് പരിചിതമാണ്. പക്ഷേ ഇവയുടെ എല്ലാം ഉത്ഭവം എവിടെ നിന്നാണ്? അന്യനാടുകളിൽ നിന്നാണ്. അപ്പോൾ അത് എവിടെ നിന്നാണ് എന്നുള്ളത് നമ്മൾ ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാനാണ് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് മേക്ക് ഐഡന്റിറ്റി കാർഡ്. ഐഡന്റിറ്റി കാർഡ് പോലെ ഓരോ വിഭവങ്ങളെയും പ്രസന്റ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ഗുവ, ബർത്ത് പ്ലേസ് മെക്സിക്കോ. മെക്സിക്കോ എന്ന രാജ്യത്താണ് പേരയ്ക്കയുടെ ജന്മനാട്. ആപ്പിൾ ഓഫ് ട്രോപ്പിക്സ് എന്നാണ് വിളിപ്പേര്. ബ്രോഡ് ടു ഇന്ത്യ ബൈ ദ പോർച്ചുഗീസുകാരാണ് ഗുവ ആദ്യമായി കൊണ്ടുവന്നത്. കണ്ടെയ്ൻസ് വിറ്റാമിൻ എ ബി സി വൈറ്റമിൻസ് ആണ് ഗുവയിൽ അടങ്ങിയിരിക്കുന്നത്. നെക്സ്റ്റ് ടാപ്പിക്കോവ, മരച്ചീനി. ബർത്ത് പ്ലേസ് എവിടെയാണ് മരച്ചീനിയുടെ? സൗത്ത് അമേരിക്ക. നോൺ ആസ് കസാവ എന്ന പേരിൽ അറിയപ്പെടുന്നു. കാൽസ്യം, അയൺ ആൻഡ് ബി കോംപ്ലക്സ് വിറ്റാമിൻസുകളായ കാൽസ്യം, അയൺ ആൻഡ് ബി കോംപ്ലക്സ് എല്ലാം മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്നു. ലെറ്റ് ദിസ് ഫൈൻഡ് ദ ബർത്ത് പ്ലേസ് ഓഫ് അതർ ഫുഡ് ഐറ്റംസ് ആൻഡ് മേക്ക് ഐഡന്റിറ്റി കാർഡ്സ്. ഡിസ്പ്ലേ ദ പ്രിപ്പയർഡ് ഐഡന്റിറ്റി കാർഡ്സ് ഇൻ ദ ക്ലാസ് റൂം. ഇതുപോലെ മറ്റ് ഭക്ഷ്യവിഭവങ്ങളുടെ ജന്മദേശം കണ്ടെത്തി തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കാനാണ് പറയുന്നത്. എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ഈസ് ഗോയിങ് ഓൺ. ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. In addition to trade, people travel to different parts of the world for employment, education, leisure, etc., making this exchange more widespread. എന്താ പറയുന്നത്? കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു. ഫുഡ് ആൻഡ് ഇൻഇക്വാലിറ്റി, ഭക്ഷണവും അസമത്വവും. There were various types of inequalities in our country related to food. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു. Social inequalities prevented people of all classes from dining together. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി. Under the leadership of social reformer സഹോദരൻ അയ്യപ്പൻ, an inter-dining initiative named മിശ്ര ഭോജനം was held at Cherai in Ernakulam against the discrimination. ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചേറായിയിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. അല്ലേ? ജാതി അസമത്വത്തിനെതിരെ വളരെയധികം ഇൻഇക്വാലിറ്റീസ് ആണ് അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നത്. അപ്പം അതിനെതിരെ സഹോദരൻ അയ്യപ്പൻ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കിയിരുന്നു. മിശ്രഭോജനം എന്നാണ് അറിയപ്പെടുന്നത്. എവിടെയാണ് നടത്തപ്പെട്ടിരുന്നത്? എറണാകുളം ജില്ലയിൽ ചേറായിൽ. അവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട് സഹോദരൻ അയ്യപ്പൻ്റെ പിക്ചറുണ്ട്. മിശ്രഭോജനം എന്താണ് മിശ്രഭോജനം എന്ന് വ്യക്തമായിട്ട് അറിയാം. On 29th May 1917, under the leadership of സഹോദരൻ അയ്യപ്പൻ, an inter-dining named മിശ്ര ഭോജനം was organized at Cherai in Ernakulam district. 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചേറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. This protest was held against the denial of the rights of all sections of the people to dine together. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനു വേണ്ടിയുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. സഹോദരൻ അയ്യപ്പൻ had to face strong opposition as he had led the മിശ്രഭോജനം. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്ത അയ്യപ്പൻ വളരെ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു. This reveals the social inequality that existed in Kerala. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത്. കാസ്റ്റ് സിസ്റ്റം വാസ് ദ കോസ് ഓഫ് ദിസ് ഇൻഇക്വാലിറ്റി. ഈ അസമത്വത്തിനുള്ള പ്രധാന കാരണം ജാതി വ്യവസ്ഥയാണ്. മിശ്രഭോജനം ആരാണ് നടത്തിയത്? സഹോദരൻ അയ്യപ്പൻ. എന്നാണ്? 1917 മെയ് 29. 1917 മെയ് 29 എവിടെ വെച്ചായിരുന്നു? എറണാകുളത്തെ ചേറായി എന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് മിശ്രഭോജനം നടത്തിയത്. എന്തായിരുന്നു മിശ്രഭോജനം? അവിടെ എന്താണ് നടന്നത്? വിവിധ ജാതിയിൽപ്പെട്ട എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നായിരുന്നു അതിൻ്റെ ഉദ്ദേശം. പക്ഷേ പല എതിർപ്പുകളും സഹോദരൻ അയ്യപ്പനും നേരിടേണ്ടി വന്നു. കേരളത്തിലെ ഒരു ജാതി അസമത്വത്തെയാണ് ഇവിടെ എടുത്തുകാട്ടുന്നത്. Do caste discriminations related to food still exist in our country? ഭക്ഷണവുമായി ബന്ധപ്പെട്ട ജാതി വിവേചനം ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടോ?
സച്ച് ഡിസ്ക്രിമിനേഷൻസ് ആർ പ്രൊഹിബിറ്റഡ് ഇൻ അവർ കൺട്രി ബൈ ലോ. ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട്. നോട്ട് ഓൺലി സോഷ്യൽ ബട്ട് ഇക്കണോമിക് ഡിസ്ക്രിമിനേഷൻ. സാമൂഹ്യമായ വിവേചനം മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഭക്ഷണരംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നു. നോട്ട് ഓൺലി സോഷ്യൽ ബട്ട് ഇക്കണോമിക് ഡിസ്ക്രിമിനേഷൻ ഓൾസോ പോസ് എ ചലഞ്ച് ടു ഇക്വാലിറ്റി ഇൻ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ. ഗ്ലിംസസ് ഓഫ് സ്റ്റാർവേഷൻ. പട്ടിണിയുടെ നേർക്കാഴ്ചകൾ. ഒബ്സർവ് ദീസ് ന്യൂസ് ഹെഡ്ലൈൻസ്. വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിക്കാം. ക്ലൈമറ്റ് ചേഞ്ചസ്. റിപ്പോർട്ട് സേസ് ദാറ്റ് സ്റ്റാർവേഷൻ ഇൻ കൺട്രി വിൽ റൈസ്. കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. ഹംഗ്രി ചിൽഡ്രൻ ആർ ക്രൈയിങ്. ഹെവി സ്റ്റാർവേഷൻ ഇൻ സിറിയ. വിശന്നു പറയുന്ന കുട്ടികൾ. സിറിയയിൽ കൊടും പട്ടിണി. ദ വാർ ഇൻ ഉക്രൈൻ. ഗ്ലോബൽ ഫുഡ് ക്രൈസിസ് ടു ഇന്റൻസിഫൈ. ഉക്രൈനിലെ യുദ്ധം ആഗോള ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുന്നു. സിവിയർ ഡ്രോട്ട്. മില്യൺസ് ഓഫ് ചിൽഡ്രൻ സ്റ്റാർവ്ഡ് ഇൻ സൊമാലിയ. അതിരൂക്ഷമായ വരൾച്ച കാരണം സൊമാലിയയിലെ ലക്ഷക്കണക്കിന് കുട്ടികൾ ഭക്ഷണമില്ലാതെ വളരെയധികം വിഷമിക്കുന്നു. ഇതാണ് ഈ തലക്കെട്ടുകളിൽ കൊടുത്തിരിക്കുന്നത്. വാട്ട് ആർ ദ പീസസ് ഓഫ് ഇൻഫർമേഷൻ യു ഗെറ്റ് ഫ്രം ദീസ് ന്യൂസ് ഹെഡ്ലൈൻസ്. എന്തെല്ലാം വിവരങ്ങളാണ് ഈ വാർത്തകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പട്ടിണിയുടെ ഒരു പിക്ചറാണ് ഈ തലക്കെട്ടുകളിൽ നിന്ന്, ഈ ന്യൂസ് ഹെഡ്ലൈൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയത്. അപ്പോൾ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് നമുക്കിവിടെ എഴുതി ചേർക്കാം. സ്റ്റാർവേഷൻ സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പട്ടിണി നിലനിൽക്കുന്നുണ്ട്. ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ചസ് സ്റ്റാർവേഷൻ ഇൻ കൺട്രീസ് റൈസസ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ രാജ്യത്തിലെ പട്ടിണി വർദ്ധിപ്പിക്കുന്നു. വാർ കോസസ് പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ദാരിദ്ര്യവും പട്ടിണിയും വർദ്ധിപ്പിക്കുന്നു. നാച്ചുറൽ കലാമിറ്റീസ് ലീഡ് ടു ഫുഡ് ക്രൈസിസ്. പ്രകൃതി ദുരന്തങ്ങൾ ഫുഡ് ക്രൈസിസിന് ഒരു കാരണമാണ്. The food that is necessary to maintain healthy is the right of every human being. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. But there are thousands in many parts of the world without even a single meal to sustain life. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിന്റെ പലയിടങ്ങളിലുമുണ്ട്. Climate changes, war, unemployment, etc. cause poverty and starvation. യുദ്ധം, തൊഴിലില്ലായ്മ, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തുടങ്ങിയവ രാജ്യത്തിലെ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്നുണ്ട്. കണ്ടോ, തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, നാച്ചുറൽ കലാമിറ്റീസ്, ഇവയെല്ലാം ദാരിദ്ര്യത്തിനും ഭക്ഷണത്തിൻ്റെ ആവശ്യകത ഇല്ലാതാക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഫാമിൻ ഇൻ ബംഗാൾ. ബംഗാളിലെ ഭക്ഷ്യക്ഷാമം. Excessive economic exploitation during the British period in India led to famine and consequently many people died. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. ബംഗാൾ ഫാമിൻ ഇൻ 1943 is a typical example for this. ഇതിനൊരു ഉദാഹരണമാണ് 1943 ബംഗാളിൽ ഉണ്ടായ ഭക്ഷ്യക്ഷാമം. Agriculture was the main livelihood of the people of Bengal. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. Paddy fields were extensively destroyed as a result of the heavy storm on the Bengal coast. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായി അവിടുത്തെ കൃഷിയിടങ്ങളെല്ലാം നശിച്ചുപോയി. Subsequently, there occurred a food crisis in Bengal. അതിന്റെ ഫലമായി ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. About 30 lakh people died of starvation during this famine. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു. ഇവിടെ കണ്ടില്ലേ ഒരു പിക്ചറിൽ ബംഗാളിലെ ക്ഷേമപ്രദേശത്തെ ജനങ്ങൾ ഭക്ഷണത്തിനായിട്ട് കാത്തിരിക്കുന്ന ദൃശ്യമാണ് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. Another reason for starvation is the inequality in the distribution of wealth. സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണമായി പറയുന്നത്. Wealth is not distributed equally to all. എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത്. So while some people eat their fill, others starve. അതിനാൽ ചിലർ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടതായിട്ട് വരുന്നു. With a view to strengthening the efforts against poverty and starving and ensuring food for all, World Food Day is observed on 16th October every year. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും ഈ എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടി ഒക്ടോബർ 16th വേൾഡ് ഫുഡ് ഡേ ആയിട്ട് ആചരിക്കുന്നു. അപ്പോൾ ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായിട്ടാണ് ആചരിച്ചു വരുന്നത്. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിത് ആചരിക്കുന്നത്. കേരള ഈസ് എ മോഡൽ സ്റ്റേറ്റ് ഫോർ ഇംപ്ലിമെന്റിംഗ് വേരിയസ് സ്കീം ഫോർ പോവർട്ടി അലിവിയേഷൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളം ഒരു മാതൃകാപരമായ ഒരു സംസ്ഥാനമാണ്. A project launched by the government of Kerala for poverty alleviation is an example for this.
ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ ഇതിനൊരു ഉദാഹരണമാണ്. കുടുംബശ്രീ മിഷൻ, എ പ്രൊജക്ട് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ഫോർ പോവർട്ടി അലിവിയേഷൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഇന്ത്യ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള ഒരു പദ്ധതി ഏതാ? കുടുംബശ്രീ. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013, ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം. The National Food Security Act came into force in India in 2013. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? The objective of this act is to ensure food security for all. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. A strong public distribution system exists in our country with this object. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു എന്താണ് നമ്മുടെ രാജ്യത്തുള്ളത്? ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്തിൽ നിലവിലുണ്ട്. Organize a food day rally in the school by making placard with the food day message. ഭക്ഷ്യദിന സന്ദേശം അടങ്ങുന്ന പ്ലേക്കാർഡുകൾ നിർമ്മിച്ച് വിദ്യാലയത്തിൽ ഭക്ഷ്യദിന റാലി സംഘടിപ്പിക്കുക. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെല്ലാവരും വേൾഡ് ഫുഡ് ഡേയോടനുബന്ധിച്ച് പ്ലേക്കാർഡുകൾ നിർമ്മിക്കാം. ഇവിടെ കണ്ടില്ലേ ഒരു പ്ലേക്കാർഡ്, അതിൽ എന്താ മെൻഷൻ ചെയ്തിരിക്കുന്നത്? എന്താണ് എഴുതിയിരിക്കുന്നത്? ഷെയർ ഫുഡ് വിത്ത് അതേഴ്സ്, ഡോണ്ട് വേസ്റ്റ് ഫുഡ്. മറ്റുള്ളവരുമായി ഭക്ഷണം പങ്കുവെക്കൂ, ഭക്ഷണം പാഴാക്കരുത്. വാട്ട് ക്യാൻ ഈച്ച് ഓഫ് us ഡു ടു ക്രിയേറ്റ് എ വേൾഡ് വിത്തൗട്ട് സ്റ്റാർവേഷൻ? ഡിസ്കസ്. പട്ടിണിയില്ലാത്ത ലോകം സൃഷ്ടിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ കഴിയും? അത് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. നെക്സ്റ്റ്, ഫുഡ് ആൻഡ് ഹെൽത്ത്, ഭക്ഷണവും ആരോഗ്യവും. As we know, food is one of the basic needs that sustain human life. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് ഭക്ഷണം. ഫുഡ് ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത്. അല്ലേ? ആരോഗ്യം നിലനിർത്താൻ നമുക്ക് എന്താവശ്യമാണ്? ഫുഡ് ആവശ്യമാണ്. വി ക്യാൻ മെയിൻറ്റെയിൻ അവർ ഫിസിക്കൽ ആൻഡ് മെൻ്റലി ഹെൽത്ത് ബൈ ടേക്കിംഗ് ന്യൂട്രീഷ്യസ് ഫുഡ്. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ നമുക്ക് സാധിക്കും. ബട്ട് അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ലീഡ് ടു മെനി ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. പക്ഷേ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും വഴിയൊരുക്കും. നെക്സ്റ്റ്, ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് 2023. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. 2023 has been selected as the International Year of Millets by the United Nations. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. The main objectives of the International Year of Millets is to promote the production and consumption of millets. ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും വർദ്ധിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. മില്ലറ്റ്സ് ആർ ഗ്രാസി ക്രോപ്സ് ഫ്രം വിച്ച് cereals ആർ പ്രൊഡ്യൂസ്ഡ്. പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. മില്ലറ്റ്സ് ഇൻക്ലൂഡ് ജോവർ, റാഗി, കോഡോ മില്ലറ്റ്, ഫോക്സ്റ്റെയിൽ മില്ലറ്റ്സ് എക്സെട്ര. ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു. Millets can control cardiac issues and other lifestyle diseases. So, nutritious millet should be included in our daily diet. ഹൃദയസംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷകസമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. വിവിധ തരത്തിലുള്ള മില്ലറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റാഗി, ജോവർ, ബാർലി, കോഡോ മില്ലറ്റ്, പേൾ മില്ലറ്റ്, ഫോക്സ്റ്റെയിൽ മില്ലറ്റ്. Prepare a note on the topic unhealthy food habits and lifestyle diseases. അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാം. Access to food is a legal right of every citizen. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരന്മാരുടെയും നിയമപരമായ അവകാശമാണ്, അല്ലെ? ജുഡീഷ്യൽ റൈറ്റ്സ് ആണ്. Access to food is a legal right of every citizen. We should use the food we get judiciously. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം. Wasting food is the cruelty we do to those who don't even get a single meal. ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ്. Therefore, everyone should realize that the food we waste belong to others as well. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.